ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വൈകുന്നേരങ്ങളിലൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സ്നാക്കാണ്. ബ്രെഡും മുട്ടയും വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 6 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഈ 6 ബ്രെഡും ചെറുതായിട്ടൊന്ന് കീറിയിട്ടിട്ടെടുക്കാം. മുഴുവൻ ബ്രെഡും ഇതേപോലെ ഇട്ടെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് സവാളയാണ്. അപ്പോൾ മീഡിയം സൈസിലുള്ള സവാള ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു തക്കാളിയുടെ പകുതി കൂടി കട്ട് ചെയ്തിട്ട് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി ചെറിയൊരു കഷ്ണം ക്യാപ്സിക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിതിന് പകരം ക്യാരറ്റും എടുക്കാം. ക്യാരറ്റോ ക്യാപ്സിക്കോ ഏതായാലും മതി. ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ടെടുക്കാം. എരിവിന് ആവശ്യമായിട്ടുള്ള മുളകും കൂടി ഇട്ടെടുക്കാം. ഞാനിവിടെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു പച്ചമുളകാണ് കട്ട് ചെയ്തിട്ടെടുത്തിട്ടുള്ളത്. ഇനി കുറച്ച് മല്ലിയില കൂടി ഇട്ടെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. അപ്പോൾ 3 ടേബിൾ സ്പൂൺ അളവിലാണ് അരിപ്പൊടി എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി അതേ അളവിൽ തന്നെ 3 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കടലമാവ് വീട്ടിലുണ്ടെങ്കിൽ ഗോതമ്പ് പൊടിക്ക് പകരം കടലമാവായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇതിൽ ബ്രെഡെല്ലാം കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അതിന് ശേഷം കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ല പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഓരോ ഉരുളകളാക്കി ഒന്ന് പരത്തിയെടുക്കാം. കൈ കൊണ്ട് തന്നെ പ്രസ് ചെയ്തിട്ടൊന്ന് പരത്തിയെടുത്താൽ മതി. ഈ ഒരു വലുപ്പത്തിൽ പരത്തിയെടുക്കുക. ഇനി ഇതിലേക്ക് മുട്ടയാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ 2 കോഴിമുട്ട പുഴുങ്ങിയെടുത്തിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും ഒരു പീസ് എടുത്തിട്ട് ഇതിന് മുകളിലായിട്ട് വെച്ചെടുക്കുക. ഇനി ഇതിൽ നിന്നും കുറച്ചെടുത്തിട്ട് ഒന്നുകൂടി കൈകൊണ്ട് പരത്തിയെടുത്തിട്ട് ഈ മുട്ടയൊന്ന് കവർ ചെയ്തെടുക്കണം. ഇതേപോലെ ചെയ്തെടുക്കാം. ഇതൊന്ന് റൗണ്ട് ഷേപ്പിലാക്കി വെക്കാം. നല്ല ഷേപ്പിലായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ബ്രെഡ് കയ്യിൽ വെച്ച് പരത്തുമ്പോൾ കയ്യിൽ ഒട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ തടവി കൊടുത്തിട്ട് ചെയ്തെടുത്താൽ മതി. മുട്ട മുകളിലായിട്ട് വെച്ചെടുക്കാം. ഇനി അതേപോലെ തന്നെ ഒന്നുകൂടി പരത്തിയെടുത്തിട്ട് ഈ മുട്ടയൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ മുഴുവനായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ചട്ടിയിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഈ ഓയിൽ നല്ലോണം ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ടെടുക്കാം. ഫ്ലെയിം കൂട്ടി വെക്കരുത്, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തെടുത്താൽ മതി. ചെറുതായിട്ടൊന്ന് മുരിഞ്ഞു വന്നാലേ ഒന്ന് മറിച്ചിട്ടെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒന്നുകൂടി ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇട്ടെടുത്തത് നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കത് കോരി മാറ്റാം. ഇതും കൂടി ഇട്ടെടുക്കാം. അപ്പോൾ അങ്ങനെ മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റിയുള്ള സ്നാക്കാണ്. ബ്രെഡും മുട്ടയും വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്